പിന്നെ അത് പോട്ടെ. ഇത് നമ്മളെ ഓഫീസ് റൂം, ഇത് നമ്മളെ നീനുവിന്റെ. അപ്പൊ ഇതേ നമ്മളെ ഓഫീസ് റൂം, ഒരു കൊച്ചു ഓഫീസ് റൂം. അതെന്തിനാണ്? സുഖം വേണ്ട കിടക്കണമെങ്കിൽ. പള്ളിക്കാട്ട് പോകാനാണ് നാളെ. അവിടത്തെ സ്ഥിതിക്കൊക്കെ അറിയോ? ഇത്ര രീതിയിലുള്ള ആ സ്ഥലത്ത് മണ്ണിൽ പോയി കിടക്കേണ്ടി വരും. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ പറയേണ്ടതിന്റെ മുന്നേ വേറൊരു കാര്യം, കുറേ ആൾക്കാർ കമന്റ് കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനൊരു മറുപടി ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് എന്താ വീഡിയോ എന്ന് പറയാം. എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങളെ വീട് എവിടെയാണ്? എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ അടുത്ത് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചട്ടിപ്പറമ്പ് എന്നൊക്കെ അടുത്താണ് കോട്ടപ്പുറം കേട്ടോ. അപ്പോൾ അറിണ്ടോൽക്ക് അറിയക്കാരൻ ചട്ടിപ്പറമ്പിൻ്റെ അടുത്ത് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെയാണ് വീട്. കുറേ ആൾക്കാർ കമൻറ്റ് കൂടി ചോദിച്ചിരുന്നു, കുറേ ആൾക്കാർക്ക് മറുപടി കൊടുത്തേക്കുന്നു. ഇനിയും മനസ്സിലാവാത്തവർക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? ഓള് പറഞ്ഞാൽ ഹോം ടൂറാണ്. അതായത് നമ്മളെ വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, വീടൊന്ന് കാണിച്ചു തരുമോ? അപ്പോൾ വീടൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓള് പറഞ്ഞ മാതിരി എല്ലാം ചെയ്താളി. അപ്പോൾ നമ്മളെ വീട് നിൽക്കേണ്ടതേ മെയിൻ റോഡിലൊന്നും അല്ല, കുറച്ച് ഉള്ളേരിക്ക് ഇങ്ങനെ കടന്നു വരണം. കടന്നു വന്നത് ചെറിയ ഒരു പോർച്ച് ആദ്യം കാണാം. അതിൽ ചെറിയൊരു വണ്ടി നിൽക്കുന്നുണ്ട്. മുറ്റം ചെറിയ മുറ്റുള്ള, അത്ര വീതിയൊന്നുമില്ല, ചെറിയൊരു മുറ്റം. ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകേണ്ടതിന് മുന്നേ പുറത്തത്തെ ആദ്യം കാണിച്ചു തരാച്ചിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെന്താ ഇവിടെയും ചെറിയൊരു പോർച്ചുണ്ട്. നമ്മൾ അരി വാങ്ങേണ്ട ഏർപ്പാടിട്ടോ, മീൻ വണ്ടി ഇത് ഇവിടെ നിർത്താൻ വേണ്ടി ഇവിടെ ചെറിയൊരു പോർച്ചുണ്ട്. പിന്നെ നമ്മളെ ഋതുമോളെ സൈക്കിളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വീട്ടിൽ അത്. പിന്നെ എൻ്റെ ഈ സ്കൂട്ടർ അവിടെ ഇടയിലൊക്കെ നിർത്തിയിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഇതാക്കണോ ഓളം ഓരോരോ പരിപാടി കേട്ടോ. ചെടികൾ ഋതുവാ എനിക്ക് പരിപാടി ഇല്ലേ? ഇത് നനക്കലില്ലേ? പിന്നെ എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ, അതും കൂടി പറയണം. നിങ്ങളെ പേരെന്താണെന്ന്. അധികം ആൾക്കാർക്ക് പിന്നെ ബീരാങ്കാന്ന് അറിയുള്ളൂ. എൻ്റെ ശരിക്കും പേര് നൗഷാദാണ്. ഇവിടെ പേരെന്താ വെച്ചാൽ റിദ ഫാത്തിമ ആണ്. റിതു എന്നാണ് എല്ലാവരും വിളിച്ചാൽ. ഇനി വേറൊരാൾ കാണിത്തരാം ഒറ്റ. നമ്മളെ വീഡിയോ ഫുള്ള് എടുക്കേണ്ടത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ അടിയിലേക്ക് എത്തിച്ചു തരേണ്ട ഒരാളാണ്. എൻ്റെ വലിയ മോനാണ്. പേര് നിഹാദ് എന്നാണ്. ഇയാളെ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. നമുക്ക് പിന്നെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ല. ഷഹൻ, അതായത് സാനുപ്പ, നമ്മളെ സാനുപ്പ. അങ്ങനൊന്നുമില്ല. ഇവരൊക്കെ മാരിയല്ലോ. ഇന്റെ മാരി എനിക്കൊരു നിറം കിട്ടിക്കണില്ലേ? നിങ്ങളെ നിറം കണ്ടാ മതി. ഇന്റെ മാരി എനിക്കൊരു നിറം കിട്ടിക്കില്ല, ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇന്റെ ആൾക്കാരെ എടേ അന്നെ ചോദിച്ചത് പോലൊക്കെ ഇജ്ജെ ഇവിടെ എന്നാ. പിന്നെ ഇവിടെ എന്നാ വേമ്പാ നീന് വാ, ഇവിടെ വാ, നീന് വാ. മേക്കപ്പ് ചെയ്യേണ്ടി വരും. ഇത് എന്റെ ചെറിയ കുട്ടിട്ടാ, നിങ്ങൾ കണ്ടക്കണോ? പേരെന്താ? നീനു കേട്ടോ. നീനു വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും നീനു. പിന്നെ ഇവിടെ പേര് നിങ്ങൾക്ക് പറഞ്ഞിട്ടല്ല സെമീറ. അപ്പൊ ഇതാണ് നമ്മുടെ കുടുംബം. ആദ്യം കാട്ടി തന്നെ ഞങ്ങളെ ക്യാമറക്കാരെന്നാണ് കാണുന്നത്. അതെന്റെ വലിയ മോന്, രണ്ടാമത്തെ മോന് ഇബന്, മൂന്നാമത്തെ മോള് ഇബള്, മോള് നാലാമത്തെ മോള് ഇബള്, പിന്നെ പെണ്ണുങ്ങൾ കേട്ടോ, ഞാനും. ഇപ്പൊ മനസ്സിലായാലും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളെ കുടുംബം. പിന്നെ ഞങ്ങൾ തറവാട് വീട് ലേന്നു ഇത്ര കാലം. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോകുന്നതാണ്. വേറെ പോകുന്നത് എത്ര കൊല്ലം? 8 കൊല്ലായി. പിന്നെ ഇപ്പൊ പറയണേ ഇന്റെ നിറല്ല, എന്റെ നിറാണ് അല്ല. ഇപ്പൊ നിറല്ല. അപ്പൊ നമുക്ക് ആദ്യം സിറ്റ് ഔട്ട് കണ്ടുകൊടുക്കല്ല. ഇതാ സിറ്റ് ഔട്ട്. ഒരു ചെറിയ സിറ്റ് ഔട്ട്, ഒരു 3 ഇരിക്കാനുള്ള ചെറിയ ഒരു കസാല അതിൽ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ തിണ്ടിരിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട്. ഞാൻ അപ്പൊ തുറന്ന് കാണിച്ചില്ല. അല്ല, അപ്പുറത്ത് കൂടി കാണിത്തരാം. വരി, വാ മോനെ, വാ മോളൂ, വാ മോനെ. അവളെ അത് പൊട്ടിച്ചാടുന്നില്ല. 82 കിലോ. പിന്നെ അത് പോട്ടെ. ഇത് നമ്മളെ ഓഫീസ് റൂം, ഇത് നമ്മളെ നീനുവിന്റെ.
അപ്പൊ ഇതേ നമ്മളെ ഓഫീസ് റൂം ഒരു കൊച്ചു ഓഫീസ് റൂം ഓഫീസ് റൂം പറഞ്ഞു ഇതേ തലക്ക് ബിരിയാണി കഴിക്കണേ ഇന്ന് ഗുളിക മാറി കുടിച്ചു ഇതെത്താ എന്തോ ഓഫീസർ അല്ല ഡൈനിങ് ഹാൾ ഇത് നമ്മൾ ഡൈനിങ് ഹാള് ഇത് നമ്മളെ നീനുവിന്റെ ഊഞ്ഞാലില് ഇപ്പൊ നിന്നതാണ് കേട്ടാ ഇച്ചേട്ടന് പിന്നെ പ്ലേ ബട്ടനൊക്കെ കാട്ടി കൊടുക്കേ ആ ഇത് നമ്മളെ ഓഫീസ് റൂം ഒന്ന് കാട്ടി കൊടുത്താ അതന്നെ ചെറിയ ഒരു ടേബിള് ഓഫീസ് റൂം പിന്നെ പറഞ്ഞത് സോറി ഡൈനിങ് ഹാള് കഴിച്ച് പറയണ്ടോ ഇവിടെ എങ്ങനെ ഒരു ചെറിയ ഒരു സംഗതി ഒരു ചെറിയ ഒരു ഡൈനിങ് ടേബിൾ 3 ചെറിയൊരു ക്ലാസ് ചെറിയ ക്ലാസ് പിന്നെ ഇത് നമ്മളെ ക്യാമറ എടുക്കേണ്ട ഓന്റെ എഡിറ്റിംഗ് പർപ്പസ് ആണ് അതിന്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഇതിലാണ് നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിക്കാണ്ട് നിങ്ങൾക്ക് വിട്ടെന്റെ ഉണ്ടാവും പിന്നെ ചെറിയ ടി വി ഉണ്ട് പിന്നെ അവിടെ ഒരു വാഷ് സ്പേസ് കണ്ടിട്ടാ ആസ്പേസ് കാണിച്ചിട്ടുണ്ടോ അതിന് കോല കണ്ടാ മതി എന്തായാലും കുഴപ്പം ഇവിടെ പൊടി കണ്ടില്ല ആ പൊടി അത് മേക്കപ്പിന്റെ വരാം ആ മേക്കപ്പ് ഇട്ടാണ് ഇപ്പൊ ഇത് വലിയ വീഡിയോക്കാണ് കണ്ടേ ഓ ഇത് മനസ്സിലാവുന്നു ഞാനൊരു ചെറിയ പിന്നെ ഈ ഒരു സംഗതി ഇത് കണ്ടുട്ടാ അതൊക്കെ സമ്മാനങ്ങൾ അതൊന്നും ഇപ്പൊ കാട്ടി കൊടുക്കാം അടിക്കല്ലേ എടുക്കണം ഗ്ലാസ്സിനെ പൊട്ടിക്കണ്ട ഇത് ഞാനും കേട്ടോ ഞാനുണ്ട്. ഇത് ഞങ്ങൾക്ക് ഓണാഘോഷ പരിപാടിക്ക് നെയ്യാറിന്റെ ഭാഗം ഒരു ഗിഫ്റ്റ് എന്നാണ് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ തന്നിരുന്നു അവിടെ ഉള്ളവരൊക്കെ ഇതാ. അടുത്തത് എന്താ യൂത്ത് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയല്ല ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഉപഹാരം നമ്മളെ ബാപ്പയും മക്കളും ചാലും തന്നതാ കേട്ടോ ആളെ ഇപ്പൊ അതൊക്കെ കാണിച്ചില്ല ഇനി ഒരു പൂവുണ്ട് ആ അതൊക്കെ നോട്ടെ ഈ സാധനം മാത്രം ഒന്ന് കാട്ടി കൊടുത്താ അത് എഴുതിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസവും പുലരുന്നത് ഓരോ പ്രതീക്ഷകളുമായാണ് പക്ഷെ ഓരോ ദിവസവും അവസാനിക്കുന്നത് ഓരോ അനുഭവങ്ങളിലൂടെയാണ് സ്നേഹോദര്യങ്ങളോടെ അതെ KSKM ചെറുകുളമ്പ UP സ്കൂളിന്റെ വക അതായത് സാധനപ്പുറത്ത് സ്കൂളിന്റെ വക നമ്മളെ കാണാൻ വന്നിരുന്നു ഓര് തന്നൊരു ഉപഹാരം ടീച്ചർമാര് ആരിച്ചിട്ട് കാണാൻ ടീച്ചർമാരിട്ടാ അവിടുത്തെ ടീച്ചർമാര് HM എല്ലാരും വന്നിരുന്നു ആ HM റിട്ടയർഡ് ആയിട്ടോ ആ HM ഇത് നമ്മളെ ബാപ്പയും മക്കളും എന്നുള്ള മെയിൻ ചാനല് 100K സബ്സ്ക്രൈബർ ആയപ്പോൾ ഞമ്മക്ക് മണവാട്ടി ഫാൻസി ആൻഡ് ഫുട്വെയർ കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് ഫാൻസിന്റെ ഉടമസ്ഥൻ തന്നതാണ് മിസ്റ്റർ സമീർ അവന്റെ ഭാഗം ഒരു ഗിഫ്റ്റ് തന്നാണ് ഇത് ബിനാഖാന്റെ ഫോട്ടോ നബീസാന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് ഇത് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ പ്ലേ ബട്ടൺ ആ നമുക്ക് 1,00,000 സബ്സ്ക്രൈബർ ആയപ്പോൾ കിട്ടിയ ഒരു പ്ലേ ബട്ടനാണ് ഇത് ഒരു സ്റ്റേജ് പരിപാടിക്ക് പോയിരുന്നു ഞാൻ അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കുട്ടിന്റെ ചിത്രം വരച്ചു കാണ്ട് നമ്മളെ എത്ര പ്രാണ്ട് അവിടെ ഒരു 18 വയസ്സൊക്കെ ആ 18 വയസ്സായ ഒരു പെൺകുട്ടിയാട്ടോ അവളെ കയ്യേറ്റ് വരച്ചു കാണ്ട് തന്നതാട്ടോ അവളൊരു കഴിവാണ് അത് ഇത് യൂട്യൂബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത്രേ ഉള്ളൂ ഇത് നീ കാട്ടി കൊടുക്കണ്ടല്ലോ മൊയിലിഞ്ചേരിയാണ് അത് മൊയിലിഞ്ചേരിയാണ് എന്താണ് വൈഫൈയോ ഫോണില് നെറ്റ് കിട്ടാൻ ഫോൺ നെറ്റിട്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം പിന്നെ എനിക്ക് യൂട്യൂബ് കാണാനും ഗെയിം കളിച്ചാനും അങ്ങനെ കുറെ സാധനത്തിന് ഉമ്മാക്കൊന്നുമില്ല പാവം ഇത് ഞങ്ങളെ ഓഫീസ് റൂമാണ് കേട്ടാ ഞങ്ങക്ക് നിസ്കാര റൂം ഇല്ല ഞങ്ങൾ നിസ്കരിക്കണ ഇവിടെ കാരണം ഓഫീസ് റൂമിൽ ഗസ്റ്റ് ഒന്നും ഇരിക്കണ്ടല്ലേ പക്ഷെ ഗസ്റ്റ് ഒക്കെ വരും എപ്പോഴേലൊക്കെ അല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങള് നിസ്കാരം പിന്നെ ഇരുത്തം ഓത്ത് പാട്ടൊക്കെ ഈ റൂമിലാണ് പിന്നെ സാനിപ്പാന്റെ ഫോൺ കളി സാനിപ്പാന്റെ ഫോൺ കളി ഞാൻ ഗസ്റ്റ് ആട്ടോ ഞാൻ അതാണ് അവിടെ ഇരിക്കണത് ഇത് ഗസ്റ്റ് ഒന്നല്ല പിന്നെ ഇതിലൊരു സോഫ ഉണ്ട് ഈ സോഫന്റെ ഈ ഭാഗത്തിന്റെ നിറം ഒന്ന് കാട്ടി കൊടുത്ത അഞ്ചുമ്പൽക്ക് അത് ഈ പതറൂന്റെ തലയാണത് ഇതാ ഗുണം ഇവിടെ ടിവിന്ന് മൊബൈല് കാണാതാ ഈ ഇരുത്തേക്ക് നിങ്ങളോടെ ഇങ്ങനത്തെ ജന്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനത്തെ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യോണ്ടിട്ടോ ഞാൻ മുടി എണ്ണ തുടരണില്ല വെള്ളച്ചാണ് ഇവിടെ വെക്കും, വെള്ളം. ഞാൻ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ നല്ലോണം തല തുറത്തിട്ട് കിടക്കുള്ളൂ ഒരു ചെറിയ ഓഫീസ് റൂം അപ്പൊ അത് കണ്ടില്ല അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് അടിയില് ഇനി ഇതാ നേരെ പോന്നാല് ഒരു കോഴിക്കൂടിന്റെ ഉള്ളിൽ ഒരു കൊച്ചു ബാത്റൂം അപ്പൊ എന്താ ഞങ്ങളുടെ റൂമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇതാണ് ഞങ്ങളെ രണ്ടാളി കേട്ടോ അല്ലല്ല ഞങ്ങളെ രണ്ടാളി റൂമ് പിന്നെ ഇവരൊക്കെ ഇതിക്ക് എരിഞ്ഞ് വലിഞ്ഞ് കേറി വരും കാരണം ഈ സാധനം ഉണ്ടായിട്ട് അല്ല എല്ലാരും ഇവിടെ ഞങ്ങൾ അറ്റൻഡിടലാണ് ഇവിടെ ഈ റൂമിൽ വേറെ റൂമിൽ അടുത്ത ഈ മാസൊക്കെ നമ്മളെ റൂമിൽ AC വെക്കും ഇന്ന് പ്രതീക്ഷിക്കണ് വെക്കും ആദ്യം കറണ്ട് ബില്ല് കുറയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് ഇത് ഇവിടെ ചെറിയൊരു ബാത്റൂം ഇട്ടാ വരി ബാത്റൂം കണ്ടില്ല
ആമീനത്താത്താന്റെ ഇവിടുത്തെ ഈ പെരി ഏറ്റവും വൃത്തിയ ബാത്റൂമാണ് ഈ ബാത്റൂം. ഇവിടെ ആരും കയറില്ല. ഇവിടെ ഞങ്ങൾക്ക് രണ്ടാക്കും മാത്രം പ്രവേശനം ഉള്ളൂ എന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രവേശനം ചേട്ടോ. നിങ്ങളെ പ്രവേശിപ്പിക്കലില്ല സത്യത്തില്. ആ ഒരു കാര്യം ഞാൻ കാട്ടിത്തരാം കേട്ടോ. നല്ലൊരു കാര്യം, രസമുള്ള കാര്യം. ഇതിപ്പാന്റെ അൽമാറയാണ്. ഇതിന്റെ കോലതാ ശരിക്കും നമ്മള്. ആ ഇതിപ്പാന്റെ അൽമാറ. ഇത് വീരാങ്കാന്ന് പറയുമ്പോ എത്ര മടക്കി വെച്ചിട്ടും ഒരു കാര്യം ചെയ്യാം. ഇതൊക്കെ മടക്കി വെച്ചതാണ്. കുത്തി വലിച്ചിടും അതേമാതിരി. എന്റെ അമ്മ ഡ്രസ് കാട്ടിട്ട് ഇരിക്കണ മാതിരിയാ. ഞാൻ മടക്കിച്ച് മടുത്തു പറയാം. അപ്പൊ ഞാൻ അടുത്ത റൂമിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു മേശ ഋതു പഠിക്കണത് വേഷം. ഞാൻ പഠിക്കുന്നു. അത് നീനും എന്റെ റിതും ഇപ്പൊ രണ്ടാളും പഠിക്കേണ്ടതും കളിക്കേണ്ടതും പക്ഷെ സ്കൂൾക്ക് പോവില്ലാന്നുള്ളൂ ഇവിടെ. പഠിക്കും പഠിക്കും. ഞങ്ങൾ സ്കൂളിൽ പോകാതെ ഇവിടെ നിന്ന് പഠിക്കുക. കുട്ടി വരക്കും, ചിത്രം വരക്കും ചോരുമലൊക്കെ. കളറും ചെയ്യും. പിന്നെ ഇത് നമ്മളെ സാലിപ്പാന്റെ പൊട്ടൻ സാലിപ്പാന്റെ. നീലാകാശ ബെഡ്റൂമാ. പറഞ്ഞോടുത്ത എന്റെ ബെഡ്റൂമിനെ പറ്റി ഇതിനെ പോലീസ് ഇതിന്റെ പോലീശ കടക്കനൊക്കെ പറ്റിയൊക്കെ. ഇത് നേരെ മറ്റേ എന്റെ അമ്മ വൃത്തിയാക്കുന്നതാ. നേരെ വെളുത്താൽ ഇതിന്റെ അമ്മ വൃത്തിയാക്കും. പിന്നെ ഇപ്പൊ ഞാൻ അവിടെ കടക്കലില്ലാത്തോണ്ട് വലിയ വൃത്തികേടൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ എന്താ പറയാ എന്ന് പറഞ്ഞാല് ഇത് ഇടക്കിടക്ക് കുത്തുണ്ട്. അപ്പൊ ഞാൻ 2-3 ബ്ലാങ്കറ്റ് അടിയിൽ വിരിച്ചാണ്ട് ഇത് കടക്കലുള്ളൂ. വെറുതെ പറയാം. ബെഡിന്റെ മേലെ 2 ബ്ലാങ്കറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും 3 ചെലപ്പോ അതിന് മേലെ വേറെ ഒന്നും കൂടി വീശു. അതെന്തിനാണ് സുഖം വേണ്ട കടക്കണമെങ്കിൽ. പള്ളിക്കാട്ട് പോകാനാണ് നാളെ. അവിടുത്തെ സ്ഥിതിക്കൊക്കെ അറിയോ? ഇത്ര രീതിയിലുള്ള ആ സ്ഥലത്ത് മണ്ണിൽ പോയി കിടക്കേണ്ടി വരും. ഞാൻ പറയാൻ ചോട്ടിടലാണ് ഇപ്പൊ ഇവിടെ കടക്കുമ്പോ ഇക്കടെ കടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇതിലും അതേമാതിരി ചെറിയ ഒരു അൽമാറുണ്ട്. അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതില് ഒരു കാണിച്ചെടുക്കണ്ട. റൂമുണ്ട്. ഇതില് ബാത്റൂം ഉണ്ട്. ഇതില് വേറെ സൗകര്യം ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച്. ചൂടുള്ള ചൂടുള്ള ആ സാനുഭാഗ് ചൂടുള്ള ഇടക്കിടക്ക് വേണമെന്ന് അറിയോ. മോറ് ചൂടുള്ളം കൊണ്ട് കേൾക്കുള്ളൂ. അപ്പൊ അതിന് വെച്ചതാണ്. ഞാൻ VIP ആണ്. അപ്പൊ എനിക്ക് ഇല്ല സൗകര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒരുക്കണം. അപ്പൊ അടിയത്തെ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഇനി നേരെ നമ്മള് പോയിട്ട് എന്റെ സൗകര്യത്തിക്കാണ് ഞാൻ ആ കാട്ടി കൊടുത്താൽ. അടുക്കള ഭരണം. അടുക്കള ഞങ്ങൾക്ക് അത്യാവശ്യം സൗകര്യം ഉണ്ട്. ശരിക്കും ചെറുതായിട്ട് എനിക്ക് ഓൾക്ക് ഒരു പന്തളിച്ചുള്ള സൗകര്യം ഉണ്ട്. ഇല്ല വലുതായിട്ട് വന്നു. കാരണം ഞങ്ങള് ഡൈനിങ് ഹാൾക്ക് ഭക്ഷണം കഴിക്കാൻ പോക്ക് കുറവാണ്. എപ്പോഴെങ്കിലും ഒക്കെ പോക്കുള്ളൂ. കൈയിട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാ തീറ്റയും പരിപാടിയൊക്കെ നടത്തുന്നത്. പിന്നെ ഇവിടെ എന്താ നോമ്പറക്കുമ്പോ അവിടേക്ക് പോയി തിന്നാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ അടുപ്പുണ്ട്. വേറെ ഒരു സ്റ്റൗ ഉണ്ട്. പിന്നെ തൈ ചട്ടിയും പാത്രമൊക്കെ. പിന്നെ പപ്പടം പൊരിച്ചു വെച്ചേക്കണം. ആയൊക്കെ പപ്പടം പൊരിച്ചു വെച്ചേക്കണം. ഇനി ഞങ്ങള് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ വീഡിയോ എടുക്കേണ്ട ദിവസം ഞങ്ങളെ തറവാട്ടിൽ നിന്ന് നോമ്പ് തുറയാണ്. അപ്പൊ ആണ്ട് പോവാട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരും പോകുന്നുണ്ട്. ഇല്ലാത്ത ആൾക്കാരെ ആ എന്നല്ലേ. അപ്പൊ പിന്നെ ഇത് ഓഫീസ്. സ്റ്റോർ റൂമിൽ കാര്യമായിട്ട് അച്ചാർ മാത്രമേ ഉള്ളൂ. അച്ചാറ് നാരങ്ങുണ്ട്, മാങ്ങയുണ്ട്, ഊർക്കാപ്പുളി ഉണ്ട്, മറ്റേ അച്ചാറുപീടിയാണ്. അച്ചാറുപീടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രിഡ്ജില് എന്തൊക്കെയുണ്ട്? ഫ്രിഡ്ജ് തുറന്നു തിന്നാൻ ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ. പിന്നെ 2 അടുക്കള ആയിട്ടില്ല. ഞങ്ങൾക്ക് ഒറ്റ അടുക്കള മാത്രമേ ഉള്ളൂ. ചിലർക്ക് മേലെ അടുക്കള, താഴെ അടുക്കള, അങ്ങനെ 2 അടുക്കളൊക്കെ ഉണ്ട്. ഇതിലും 1 മാത്രമേ ഉള്ളൂ പേർക്ക്. ഇനി നേരെ എങ്ങനെ ഇറങ്ങിയാൽ ഓപ്പൺ വരി. പുറത്ത് ഇറങ്ങി കാണിച്ചുതരാം. പുറത്ത് അങ്ങനെ സൗകര്യം 2, ഒരു ബാത്റൂമും ഒരു കുളിപ്പേരി 2 ഉണ്ട് കേട്ടോ. ബാത്റൂം പറഞ്ഞാല് കക്കൂസ്, പിന്നെ ഒരു കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആകെ ഉള്ള ഞങ്ങളെ ഐശ്വര്യം ഇത്. കുറേ ആളുകളുണ്ടാവും. ഇതാ അത് കാട്ടി കൊടുത്ത വെള്ളം ഞങ്ങളെ പെരിയിൽ കഴിയൂല. ഇന്ന് വരെ കേട്ടോ പഠിച്ചോൻ്റെ കുതിരത്തോണ്ട്. ഇനിയുള്ള സ്ഥിതി എങ്ങനെയെന്ന് അറിയില്ല. ഒരു 4 കോൽക്ക് വെള്ളം ഏറ്റവും ലാസ്റ്റ് വേനൽക്കും ഉണ്ടാവലുണ്ട്. അതവിടെ ആകെയുള്ളൊരു ഐശ്വര്യം. അത് ചില ആൾക്കാരൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊക്കെ അവിടെ പൈപ്പ് തിരിച്ചിട്ട് കാണാൻ പോലെ അങ്ങനെ കളിച്ചുമ്പോൾ ഞാൻ ആ പറയലുണ്ട്. പറയില്ലേ? ഇല്ല ബാത്റൂമില് വെള്ളം നിറക്കേക്കാരം. ഇവരെന്താ ചെയ്യേണ്ടത്? ബാത്റൂമിൽ ഓട്ട അടിച്ചിക്കാണ്ട് അതിൽ വെള്ളം നിറച്ചിക്കാണ്ട് അതിൽ കിടന്നിക്കാണ്ട് കളിക്കുന്ന പരിപാടിയുണ്ട്. ഞങ്ങള് ഒരു ദിവസം 2 ടാങ്ക് വെള്ളം കഴിച്ചിട്ടുണ്ടാവും. ഇവിടെ ചെറിയ ഒരു സംഗതി ഉണ്ട്. ഒക്കെ കഴിഞ്ഞിക്കണോ? ഒക്കെ കഴിഞ്ഞുകൊണ്ടോ. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോ കുറച്ച് കൂടുതലൊക്കെ ഉണ്ട്. കുറെ പൊരുന്നീ കളിക്കുന്നുണ്ട്. കുറച്ച് കോഴികളൊക്കെ ഇപ്പാന്റെ വിരാന്തിനാണ് ഒരു 10 രൂപ കൂടാണ് മേടിച്ചു. പിന്നെ ഒന്നിനും പറ്റാതായി. പിന്നെ ആ കൊറോണ കാലത്ത് ഇങ്ങനെ ഉണ്ടായതാണ്. ഇപ്പൊ കുറച്ച് കോഴികളുള്ളൂ. അങ്ങനെ കുറച്ച് കോഴികളുണ്ട് ഇവിടെ. അപ്പൊ നമ്മളെ
അടിഭാഗം വീടിന്റെ അടിഭാഗം ഫുള്ള് ഇങ്ങനെ കാണിച്ചു തന്നു. ഇനി നമുക്ക് മേലെ ഒരു ചെറിയ സൗകര്യം കൂടി ഉണ്ട്, അതുകൂടി കാണിച്ചു തരാം കേട്ടോ. ചെറിയ ഒരു സ്റ്റെപ്പ് അവിടെ കള്ളന്മാരില്ല. പിന്നെ ഇവിടെ ഒരു പുഗ് വെച്ചിരുന്നു. പുഗ് എന്ന് പറയില്ല, ഒരു ചെടി 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 മരം. ഇത് നമ്മളെ പെയിന്റിങ്ങേരം ഹുസൈൻ എന്ന ആള് വരച്ചതാണ്. ഓന്റെ ഗാറോപ്പിൽ വരച്ചതാണ്. ഓനാണ് ഇതിന്റെ ഫുൾ വർക്കും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓന്റെ കലാവിരുദ്ധാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഇവിടുത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇതിൽ അടിച്ചിട്ടാണ് മെഷീനിന്റെ കാര്യമൊക്കെ മാറ്റിക്കാണ് മെഷീനെ കൊടുത്തു. ഞാൻ വലിയ ട്രൈലറാണ്. അപ്പൊ ഇത് നേരെ ചെയ്ത് എന്റെ അടുത്ത് ഇതാണ്. അത് കഴിഞ്ഞാൽ കൊടുക്കും ഇസ്തിരിപ്പെട്ടി. ഇവിടെ ചെറിയൊരു ഇസ്തിരി ഇടാനുള്ള സൗകര്യം ഞാനല്ല, ഞങ്ങളല്ല. പിന്നെ ആമിന ഇതാ കാണണം. ഒരു കിടിലം ബാത്റൂം ഉണ്ട് മുകളില്. ഇത് മുകളിലത്തെ കാര്യം പറഞ്ഞിട്ട് ഒറ്റ ബാത്റൂം ഉള്ളൂ, 2 റൂമുണ്ട്. പക്ഷെ ഇവിടെ കടക്കലില്ല. ഇതാണ് റൂം. നിങ്ങള് ഇവിടെ കിടത്തല്ല കേട്ടോ. ഇവിടെ കിടക്കില്ല. ഇപ്പൊ 2-3 ദിവസം കിടക്കുന്നില്ല, പിന്നെ കിടക്കലില്ല. ഈ മോൾക്കൊക്കെ ഇത്രയും കാര്യം മുടക്കി ഉണ്ടാക്കി എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കല്ലോ. എന്തോ സ്ഥിതി നിങ്ങളോടൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അടിയും കമന്റ് ചെയ്യാൻ. സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ തന്നെ നമ്മൾ കിടക്കും. പിന്നെ മേലൊന്നും ചെയ്തില്ല. പിന്നെ കുറെ മക്കളെ കഴിയുമ്പോഴൊക്കെ വലുതായി പണ്ടൊക്കെ കെട്ടിയ ഓരോരോ റൂമിൽ വെക്കുന്നല്ലാതെ അല്ലാതെ ഈ ഉണ്ടാക്കിയതൊക്കെ വെറുതെ ആണ് എന്റെ അഭിപ്രായം. പിന്നെ ഇത് കെട്ടിച്ച് പിന്നെ ഈ റൂം അടിപൊളി. അതിലൊരു കട്ടിലുണ്ട് കേട്ടോ. ആ റൂമിൽ ഒരു കട്ടിലുണ്ട്. ഇവിടെ കട്ടിലുണ്ടായിരുന്നു. ഈ റൂമിൽ കട്ടില നിൽക്കണ്ടേ? ഞാൻ പണ്ട് കണ്ടുകാണ്ടാണ് വണ്ടി ഇത് കണ്ടുകാണ്ടി പേടിച്ച് വാങ്ങാ. ഇത് ഫാനാളാണ്ടാവും, പൊടി വാങ്ങിയിട്ടത്. പിന്നെ നമ്മളെ സ്വിമ്മിംഗ് പൂള് ഇതാണ് തീർപ്പിച്ച. ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ അനിയന്റെ കല്യാണം കുറച്ച് എത്ര കൊല്ലായി? 3 കൊല്ലമായതുകൊണ്ട് ആ സമയത്ത് ഓരോ കട്ടില ഞങ്ങളൊരു കട്ടില വാങ്ങി തരുമോ വെച്ചപ്പോ ഞാൻ ഉപയോഗശൂന്യമായി കിടക്കും. ഉപയോഗശൂന്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതെ നല്ല പുതിയ തൊട്ടിട്ട് പോലില്ല, ഒരാൾ പോലും കടന്നിട്ടില്ല. അപ്പൊ ഇത് കൊണ്ടേക്ക് വെറുതെ ഇവിടെ കിടക്കണ്ടല്ലോ. നീ എനിക്ക് ഇവരൊക്കെ പെണ്ണിട്ടുമ്പോ ഇത് വാങ്ങി തന്നാണ്ട് ആപ്പാനോട് വാങ്ങി തരാൻ പറഞ്ഞാണ്ട് അങ്ങനെ ആ കട്ടിലോ കൊണ്ടുപോയതാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്ത് താൻപാ എന്ത് സിറ്റ് ഔട്ട്. ഇവിടുത്തെ സിറ്റ് ഔട്ട്, മേലത്തെ സിറ്റ് ഔട്ട്. ഇവിടെ നല്ല ഏറ്റവും സുഖമാണ് ഇരിക്കാൻ, കാരണം നല്ല കാറ്റുള്ള ഒരു ഏരിയ. ഒരു ദിവസമായിട്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ ഒറ്റയ്ക്ക്? അന്ന് AC ഒക്കെ എത്താൻ സമയത്ത് ആ കുട്ടീന്റെ വണ്ടി വരാത് പൊട്ടിച്ചു. ഇപ്പൊ അവള് 100 കിലോ താങ്ങും. 100 കിലോ താങ്ങും. പൊടി ഉണ്ട് അവിടെ തുടച്ചിന്നാ. അപ്പൊ ഇതാണ് ഇവിടുത്തെ സൗകര്യം. പിന്നെ പുറം ഭാഗം കാട്ടി കൊടുക്കുക. അവിടെ ബാക്കില് വാഷിംഗ് മെഷീനൊക്കെ ഉള്ള അവിടെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ നോക്കി നമ്മളൊരു പാടത്താണ് കേട്ടോ. അവിടെ മുന്നിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ഞാൻ കുളിച്ച് വളർന്ന തോട് മുങ്ങി പൊന്തിക്കാണ്ട്. പിന്നെ ഇങ്ങനെ പോന്നാൽ നമുക്ക് ഇതിന്റെ ഓപ്പൺ ടെറസ് ഉണ്ടാവും കാണിച്ചു തരാം. പിന്നെ ഇവിടെ വേറെ ചെരുപ്പില്ല. ഇവിടെ അടി ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഓരോട് ഇറങ്ങണ്ടെന്ന് ഉമ്മ പ്രത്യേകം പറഞ്ഞു. ചെരുപ്പുള്ളവർ മാത്രം ഇറങ്ങിയാൽ മതി. കാരണം ഈ ചെരുപ്പിട്ട ആള് ചെരുപ്പില്ലാതാണ് കയറും. അപ്പൊ ചളിയോ. ഇവിടെ എന്താ വെച്ചാല് കുട്ടികളെ മാതിരി വേഗം ചെരുപ്പ് വണ്ടി എടുത്ത് കണ്ട അപ്പൊ എനിക്ക് ഇറങ്ങാൻ പറ്റൂല. പിന്നെ ഇവിടെ എന്താ ഉള്ളത് വെച്ചാല് കുറച്ച് ഓലപ്പൊടി, കുറച്ച് വിറക്, ഇതൊക്കെ ഓള പരിപാടികളൊക്കെ. പിന്നെ തോരടലൊക്കെ ഇവിടെ. പിന്നെ തോരടലും ഇവിടെ ചെറിയ ഒരു മെഷീനുണ്ട്, തിരുമ്പാ മെഷീൻ, വാഷിംഗ് മെഷീൻ. ഇങ്ങനെ വന്ന വാഷിംഗ് മെഷീൻ. ഇപ്പൊ ചെറിയ ഓപ്പൺ ടെറസ് ഇത്ര ഉള്ളൂ. അതൊക്കെ സീറ്റ് ഇട്ടൊന്നും മഴയൊന്നും കൊള്ളൂല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ വീടിന്റെ സൗകര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട, അല്ലാതെ നമ്മള് വേറെ പേര് ഉണ്ടാക്കാൻ പറ്റില്ല. അതല്ല, ഇഷ്ടപ്പെടും. എന്നാലും നമ്മളെ കാണേണ്ടത് 90% ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്റെ വിചാരം. അപ്പോ ഇതന്നെ നമ്മൾ സന്തോഷമല്ല, നമ്മൾ സ്വപ്ന വീട് അല്ല, സ്വപ്ന ഭവനം. സ്വപ്ന ഭവനം. അപ്പൊ ഞങ്ങളെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ കമന്റ് ചെയ്യണം കേട്ടോ. കമന്റുകൾ, അഭിപ്രായങ്ങൾ എഴുതണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണോ എന്നുള്ളത് നിങ്ങൾ വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് ചെയ്ത. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.